ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ലൂക്കോസിൻ്റെ സുവിശേഷമാണ് 11-ാം അധ്യായം 5-6 വാക്യത്തിൽ ഒരു സ്നേഹിതൻ ചെന്ന് മറ്റൊരു സ്നേഹിതൻ്റെ വീട്ടിൽ ചെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ വീട്ടിൽ ഒരു സ്നേഹിതൻ വന്നു. അർദ്ധരാത്രിക്കായപ്പോൾ ഒരു സ്നേഹിതൻ വന്നു. അവിടെ ഒന്ന് കൊടുക്കാനിരുത്തുകൊണ്ട് ഉള്ളവനായ സ്നേഹിതൻ്റെ വീട്ടിൽ വന്ന് താൻ അപേക്ഷിക്കുന്ന ഒരു അപേക്ഷയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആശ്രയിക്കാനും നമുക്ക് ചോദിക്കാനും ഒരിടമുള്ളെന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നദ്ധിയിൽ നല്ല സ്നേഹിതനായ യേശു, ആ നല്ല സ്നേഹിതനായ യേശുവിൻ്റെ അടുക്കൽ വന്ന് നാം മുട്ടിപ്പായി നമ്മുടെ സങ്കടങ്ങൾ, വേദനകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങളെല്ലാം പറയുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ ദൈവം അതെന്ത് ചെയ്യും? ആ കാര്യങ്ങൾക്ക് വേഗതയോടെ നടത്തി തരാൻ വിശ്വസ്ത ദൈവമാണ്. ഇവിടെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചല്ലെങ്കിൽ ലജ്ജ കൂടാതെ അപേക്ഷിച്ചത് കൊണ്ട് 3 അപ്പം ആ വായ്പ ചോദിച്ചതെങ്കിലും വേണ്ടുവോളം കൊടുത്തെന്നാണ് വായിക്കുന്നത്. ഇതുപോലെ നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തോടുള്ള ബന്ധത്തിൽ അനേക തടസ്സങ്ങളുണ്ട്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്തിയെ വിടുതൽ, എന്തിയെ എന്നുള്ള ചോദ്യമുണ്ടല്ലേ. പലരും പല നിലകളിലാണ് ഓരോ വീടുകളിലും വ്യക്തികളോടും വിശ്വാസ ദൈവ മക്കളോടൊക്കെ ഇടപെടുന്നത്. പക്ഷേ അവരെല്ലാം ചോദിക്കട്ടെ, ആ ചോദ്യത്തിനുള്ള മറുപടി ഇതാ കൊടുക്കാൻ സമയമായി. നല്ല സ്നേഹിതനായ യേശു സ്വർഗത്തിലുണ്ട്. ആ സ്നേഹിതനാകുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ലജ്ജ കൂടാതെ മുട്ടിപ്പായി അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടൊരു വിടുതൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും ലഭിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. അത് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യട്ടെ. ഇവിടെ 3 അപ്പം വായ്പ ചോദിച്ചവന് തടസ്സങ്ങൾ പലതാണെങ്കിലും ആ തടസ്സങ്ങളെല്ലാം മാറ്റിവെച്ച് ആ സ്നേഹിതൻ എഴുന്നേറ്റ് വേണ്ടുന്നിടത്തോളം 3 അപ്പം ചോദിച്ചെടുത്ത് വേണ്ടുന്നിടത്തോളം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായ നന്മ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നു. ആ ലഭിക്കാൻ പോകുന്ന നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്ന് ഈ ദൂത് കേട്ട എല്ലാവർക്കും ഈ പ്രാർത്ഥനാ വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവം തന്ന ആലോചന, അരുളപ്പാടുകൾ അത് സന്തോഷത്തിനും വിടുതലിനും ആനന്ദത്തിനും കാരണമാകട്ടെ. പ്രാർത്ഥനയോടെ നിങ്ങൾ ഈ ദൂത് ശ്രവിച്ചാലും പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമാറാകട്ടെ. ആമേൻ.